ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ദ 4 Ps ആണ്. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിനകത്ത് പറഞ്ഞിരുന്നു ദ 4 Ps ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിംഗ് മിക്സ് ആണ്. റെഫേഴ്സ് ടു ആസ് ദി മാർക്കറ്റിംഗ് മിക്സ്. ദേ ആർ പ്രൊഡക്റ്റ്, പ്രൈസ് ആൻഡ് പ്ലേസ് ആൻഡ് പ്രൊമോഷൻ. പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ് ആൻഡ് പ്രൊമോഷൻ. അപ്പോൾ അതെങ്ങനെയാണ് ദ മാർക്കറ്റിംഗ് മിക്സ് and how they apply to digital marketing is examined below. എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, അപ്പോൾ ഏത് രീതിയിലാണ് അത് വർക്ക് ചെയ്യുന്നത് നോക്കാം നമുക്ക്. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, പ്രൊഡക്റ്റ് മേ ഇൻക്ലൂഡ് either ഫിസിക്കൽ പ്രൊഡക്റ്റ് ഓർ ഇറ്റ് മേ ബി എ സർവീസ് പ്രൊമോഷൻ. ചിലപ്പോൾ എന്തായിരിക്കാം, പ്രൊഡക്റ്റ് തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്പനി ഇറക്കുന്ന സർവീസോ കാര്യങ്ങളോ ആയിരിക്കാം എന്ത് ഈ പറയുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അല്ലേ. ആക്ച്വലി ശരിക്കും പ്രൊഡക്റ്റ് ഈസ് സംതിങ് ഡെവലപ്പ് ദാറ്റ് പീപ്പിൾ ആക്ച്വലി വാണ്ട് ടു ബൈ. അത് ആ പ്രൊഡക്റ്റ് ശരിക്കും എന്താണ് ജനങ്ങളോ അല്ലെങ്കിൽ കൺസ്യൂമർ അല്ലെങ്കിൽ എന്താണ് ജനങ്ങൾക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ ആളുകൾക്ക് വാങ്ങിക്കേണ്ട സാധനം തന്നെ ആയിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ എന്താണ് അല്ലെങ്കിൽ ചില കമ്പനി എന്ത് ചെയ്യുന്നു, ആ പ്രൊഡക്റ്റിനെ എന്ത് ചെയ്യുന്നു മറ്റ് കസ്റ്റമറിലേക്ക് എന്ത് ചെയ്യുക, ഫോഴ്സ് ചെയ്യുന്നു. ട്രൈ ടു ഫോഴ്സ് ദാറ്റ് ഓൺ കസ്റ്റമർ എന്നാണ് അല്ലേ. ആ പ്രൊഡക്റ്റ് എന്താണ് ജനങ്ങളെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ എന്ത് ചെയ്യുക, ഫോഴ്സ് ചെയ്യുന്ന പ്രൊഡക്റ്റ്. അപ്പോൾ ദർ ഈസ് നോ ഡിമാൻഡ് ഫോർ യുവർ പ്രൊഡക്റ്റ് ആൻഡ് നോ വൺ ഈസ് ഇൻട്രസ്റ്റഡ്, ദെൻ യു വിൽ നോട്ട് ഏബിൾ ടു ക്രിയേറ്റ് ഡിമാൻഡ്. അതായത് നിങ്ങളുടെ പ്രൊഡക്റ്റിന് എന്തില്ലെങ്കിൽ, നിങ്ങളുടെ പ്രൊഡക്റ്റിന് അതായത് നമ്മുടെ പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഇല്ലെങ്കിൽ, ദർ ഈസ് നോ ഡിമാൻഡ് ഫോർ യുവർ പ്രൊഡക്റ്റ്, നോ വൺ ഇൻട്രസ്റ്റഡ്, ദെൻ യു വിൽ നോട്ട് ഏബിൾ ടു ക്രിയേറ്റ് ഡിമാൻഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഡിമാൻഡ് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഇല്ല അല്ലെങ്കിൽ എന്താ പറയുക, ആളുകൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല, ദെൻ യു വിൽ നോട്ട് ഏബിൾ ടു ക്രിയേറ്റ് ഡിമാൻഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ പ്രൊഡക്റ്റ് ആവാം, അല്ലെങ്കിൽ എന്താണ് സർവീസ് ആവാം. അപ്പോൾ ചിലപ്പോൾ അത് ആളുകൾക്ക് ആവശ്യമുള്ളതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഫോഴ്സ് ചെയ്യും ഇത് വാങ്ങിക്കാൻ വേണ്ടി ഫോഴ്സ്. അപ്പോൾ ദ കൺസിഡറേഷൻ, ദ കീ കൺസിഡറേഷൻ ഡിജിറ്റൽ പെർസ്പെക്റ്റീവ്സ് ആർ വെദർ ദ പ്രൊഡക്റ്റ് ക്യാൻ സെൽ ഓൺലൈൻ എന്നാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഡിജിറ്റൽ പെർസ്പെക്റ്റീവ് അല്ലേ, അതായത് നമ്മുടെ ഈ പറയുന്ന ടെക്നോളജിക്കൽ രൂപത്തിൽ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവിടെ നമ്മൾ പറയണമെന്നാണ് ദ പ്രൊഡക്റ്റ് ക്യാൻ സെൽ ഓൺലൈൻ. നമ്മൾ എന്ത് ചെയ്യുക, ഓൺലൈനകത്ത് പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുക അല്ലേ, വിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ചാനൽസ് അവൈലബിൾ ആണ്, പ്രൊഡക്റ്റ് ഓർ സർവീസ് ഫാക്ടർ സച്ച് ആസ് ചാനൽസ് അവൈലബിൾ ഫോർ പ്രൊഡക്റ്റ് ഓർ സർവീസ് അല്ലെ. ഒരുപാട് ഓപ്പർച്യൂണിറ്റി ടു മേക്ക് ദ ഫ്ലെക്സിബിൾ ടു ബി മോർ അപ്രോപ്രിയേറ്റ് ഫോർ ദ ഓൺലൈൻ ഓർ മൊബൈൽ ഓഡിയൻസ് അല്ലേ. മൊബൈൽ ഓഡിയൻസിന് അതുപോലെ തന്നെ എന്താണ് ഓൺലൈനിലുള്ള ആളുകൾക്കൊക്കെ നമുക്ക് വിൽക്കാൻ അല്ലേ ഇത് നമുക്ക് സാധിക്കുന്നു. അപ്പോൾ ഇവിടെ പ്രൊഡക്റ്റ് ഓൺലൈനകത്ത് നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ നമുക്ക് അതിനെ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഈ പറയുന്നത്. അപ്പോൾ കൺസ്യൂമേഴ്സിന് എന്താണ് അല്ലേ, കോമ്പറ്റേറ്റേഴ്സിനെ കൃത്യമായിട്ട് മനസ്സിലായിരിക്കും, കൃത്യമായിട്ട് അപ്ഡേഷൻ വരുന്നു, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ കൃത്യമായ അപ്ഡേഷൻ വരുന്നു. അപ്പോൾ ഇവിടെ 4Pക്കകത്ത് ഫസ്റ്റ് വരുന്ന P എന്താണ്, പ്രൊഡക്റ്റ് ആണ്. ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ പ്രൊഡക്റ്റ് ആവാം, അല്ലെങ്കിൽ സർവീസ് പ്രൊമോഷൻ ആയിരിക്കാം, ഒരു സേവനത്തെ കുറിച്ചിട്ട് അറിയിക്കുന്നതായിരിക്കാം. ചിലപ്പോൾ ജനങ്ങൾക്ക് എന്താണ് ആക്ച്വലി വാണ്ട് ടു ബൈ ആണ്, അത് ആവശ്യമുള്ളതായിരിക്കാം. അല്ലെങ്കിൽ കമ്പനി ബീയിങ് വിത്ത് എ പ്രൊഡക്റ്റ് ആൻഡ് ദെൻ ട്രൈ ടു ഫോഴ്സ് ദാറ്റ് ഓൺ കസ്റ്റമർ അല്ലേ. കമ്പനിയുടെ കയ്യിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, അതെന്ത് ചെയ്യുന്നു, കമ്പനി ഫോഴ്സ് ചെയ്യാണ് കസ്റ്റമറിനകത്തേക്ക്. ദർ ഈസ് നോട്ട് ഡിമാൻഡ് ഫോർ യുവർ പ്രൊഡക്റ്റ് ആൻഡ് നോ വൺ ഇൻട്രസ്റ്റഡ്, ദെൻ യു വിൽ നോട്ട് ഏബിൾ ടു ക്രിയേറ്റ് ഡിമാൻഡ്. ഒരു ഡിമാൻഡും ഇല്ല, നമ്മുടെ പ്രൊഡക്റ്റിന് ഡിമാൻഡും ഇല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രൊഡക്റ്റിന് ആളുകൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല എങ്കിൽ നമുക്ക് ഒരിക്കലും ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവിടെ പറയുന്നത് ഓൺലൈനകത്ത് നമ്മൾ ഓൺലൈനകത്ത് സെയിൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും ഉണ്ട്. നെക്സ്റ്റ് പറയുന്നത് പ്രൈസ് ആണ്. പ്രൈസ് ഇസ് ദ സെക്കൻഡ് P ആൻഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ മാർക്കറ്റ്. പ്രൈസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിനോ സേവനത്തിനോ ഉള്ള അതിൻ്റെ എത്ര രൂപയാണ്, അത് എത്ര പൈസയാകുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അണ്ടർസ്റ്റാൻഡിങ് പ്രൈസ് എന്നാണ് സ്റ്റാറ്റിക്കലി കോമ്പറ്റീറ്റീവ് പൊസിഷൻ ആർ സിഗ്നിഫിക്കൻറ്റ് ഇൻ ഫിക്സിങ് പ്രൈസ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളൊരു പ്രൈസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൈസിനകത്ത് സാധനം എന്ത് ചെയ്യണം, വിറ്റ് പോകണം. അപ്പോൾ അവിടെ വലിയൊരു പ്രൈസ് ഇട്ടാലും പ്രശ്നമാണ്. അപ്പോൾ ദ കീ ഫാക്ടർ റിഗാർഡിംഗ് പ്രൈസ് ഈസ് വെദർ കമ്പനി ഈസ് ആസ്കിങ് ഫോർ എ പ്രൈസ് ദാറ്റ് പീപ്പിൾ ആർ വില്ലിങ് ടു പേ. അതായത് കമ്പനി ഒരു പ്രൈസ് നിശ്ചയിച്ചു, അതാണ് കമ്പനി ആസ്ക് ചെയ്യുന്നത്, അതിന് ജനങ്ങൾ എന്താണ് വില്ലിങ് ടു പേ ആണോ എന്നുള്ളതാണ്. അപ്പോൾ വില്ലിങ് ടു പേ ആവണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കമ്പനി ഒരു 100 രൂപ പറഞ്ഞു, ആ 100 രൂപ ജനങ്ങൾ കൊടുക്കാൻ തയ്യാറാവും, അത് കൊടുത്തത് വാങ്ങിക്കാൻ തയ്യാറാവണമെന്നുണ്ടെങ്കിൽ കുറേ എലമെൻറ്റ്സ് ഉണ്ട്. എന്താണ് ആ വില്ലിങ് ടു പേ element എന്ന് പറയുന്നത്, element has influenced by many factors such as brand value, online review, product quality and others അല്ലേ. നമ്മളിപ്പോൾ ഒരു ഓൺലൈനകത്ത് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ റിവ്യൂ നോക്കും,
ഒരു 100 ആൾ വാങ്ങിയിട്ടുണ്ട്, 100 ആളിനകത്ത് ഒരു 50-70 ആളുകൾ നല്ല റിവ്യൂ എഴുതിയിട്ടുണ്ടെങ്കിലാണ് നമ്മൾ ആ പൈസ കൊടുത്തിട്ട് ആ സാധനം വാങ്ങിക്കാം. അപ്പോൾ ഡിസ്കൗണ്ട് ആൻഡ് ഓഫേഴ്സ് ആർ certainly not new to digital marketing, but the concept of fast price comparison and the introduction of cashback and voucher sites have created എന്താണ് certainly change എന്താണ് കൺസ്യൂമർ ബിഹേവിയർ. അതായത് ഇവിടെ ഡിസ്കൗണ്ട് ഒന്നും നമുക്ക് ഈ പറയുന്ന ഓൺലൈൻ ഡിജിറ്റൽ മാർക്കറ്റിനകത്ത് കിട്ടില്ല. നമ്മളിപ്പോൾ സാധാരണ കടയിൽ പോയി മേടിക്കുമ്പോൾ ഒരു ഇത്ര രൂപ കുറച്ചുണ്ടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് തരും. പക്ഷേ ഓൺലൈൻ മാർക്കറ്റിങ്ങിനകത്ത് അത് കിട്ടില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇവിടെ കമ്പാരിസൺ നടത്താൻ പറ്റും. നമുക്ക് ഇന്ന പ്രൊഡക്റ്റ് നമ്മളുടെ എത്ര രൂപയാണ് കമ്പാരിസൺ ഇല്ല. അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ടു ക്യാഷ് ബാക്ക് വൗച്ചേഴ്സ് ഒക്കെ കിട്ടും. നമ്മൾ ഓൺലൈനിനകത്ത് പർച്ചേസ് ചെയ്യണം, നമുക്ക് വൗച്ചേഴ്സ് കിട്ടും നമുക്ക്. അതുപോലെ തന്നെ നമുക്ക് ഇത്ര രൂപ ക്യാഷ് ബാക്ക് നമ്മൾ മറ്റേ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് ഓൺലൈനകത്ത് കിട്ടും. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് കമ്പനി ക്യാൻ പ്രൊമോട്ട് പ്രൊഡക്റ്റ് ത്രൂ എ തേർഡ് പാർട്ടി വെബ്സൈറ്റ് ഇൻ എക്സ്ചേഞ്ച് ഫോർ പേയിങ് എ കമ്മീഷൻ ഓർ ഫീ ടു വെബ്സൈറ്റ് ദെൻ എൻ ആക്ഷൻ ടൈപ്പ്. അപ്പോൾ അതുപോലെ തന്നെ മാർക്കറ്റിംഗ് കമ്പനീസ് എന്ത് ചെയ്യുന്നു, മറ്റുള്ള വെബ്സൈറ്റുകൾക്ക് എന്ത് കൊടുക്കും, തേർഡ് പാർട്ടി വെബ്സൈറ്റുകൾക്ക് അവരുടെ പ്രൊഡക്റ്റിന് കൊടുത്തിട്ട് കമ്മീഷൻ കൊടുത്തിട്ട് അവരെന്ത് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വില കുറച്ച് ഇപ്പോൾ നമുക്ക് ഓൺലൈനകത്തൊക്കെ കിട്ടുന്ന സാധനങ്ങൾ നമ്മൾ കടയിൽ പോയി മേടിക്കുമ്പോൾ കിട്ടുന്നതിനെക്കാട്ടിയും കുറവ് വിലയിൽ നമുക്ക് ഓൺലൈനകത്ത് കിട്ടും. അതിനൊക്കെ ഒരുപാട് എന്തൊക്കെയാണ് അതുണ്ടാവും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബൾക്കായിട്ട് സാധനം എടുക്കുകയാണ് അവർ. കാരണം അവർക്ക് ഫിസിക്കൽ ലൊക്കേഷനൊന്നും ആവശ്യമൊന്നുമില്ല. അവർക്ക് ഓൺലൈനകത്ത് ഒരു ഗോഡൗൺ ഉണ്ടായാൽ മതി. നമ്മുടെ കടകളിൽ പോയി മേടിക്കുമ്പോൾ ആ കടക്ക് ഒരു ഫിസിക്കൽ ലൊക്കേഷൻ വേണം കാര്യം. അപ്പോൾ ഇവിടെ ഇതിനകത്ത് പറയുന്ന പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്നൊരു പ്രൈസ് ജനങ്ങൾ എന്ത് ചെയ്യണം, വില്ലിംഗ് ടു പേ ആവണം. വില്ലിംഗ് ടു പേ ആവണമെന്നുണ്ടെങ്കിൽ അതിനെന്തുണ്ട്, കുറേ ഫാക്ടറുകളുണ്ട്. അത് മാത്രമല്ല നമുക്ക് ഒരിക്കലും ഡിസ്കൗണ്ട് കാര്യങ്ങളൊന്നും ഇവിടെ ഓഫർ ചെയ്യുന്നത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനകത്ത്. ബട്ട് ദ കൺസെപ്റ്റ് ഓഫ് ഫാസ്റ്റ് പ്രൈസിങ് കമ്പാരിസൺ അല്ലേ, ഓൺലൈനകത്ത് എന്താ പറയുക, ലോവർ പ്രൈസിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കുക. അതായത് ഇറ്റ് ഈസ് കൺസിഡേർഡ് ബൈ മെനി ദാറ്റ് സെല്ലിംഗ് ഓൺലൈൻ ഷുഡ് ബി ചീപ്പർ ദാൻ സെല്ലിംഗ് ഫ്രം റീറ്റെയിൽ ഔട്ട്ലെറ്റ്. ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺലൈനകത്ത് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ സെല്ലിംഗ് ഓൺലൈൻ ഷുഡ് ബി ചീപ്പർ ദാൻ എന്താണ് സെല്ലിംഗ് ഫ്രം റീറ്റെയിൽ ഔട്ട്ലെറ്റ്. റീറ്റെയിൽ ഔട്ട്ലെറ്റിനകത്ത് വിൽക്കുന്നതിനെക്കാട്ടി ചീപ്പറായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ഓൺലൈനകത്ത്. ശരിയാണ്, പല സാധനങ്ങൾക്കും ഓൺലൈനകത്ത് വില കുറവാണ്. നെക്സ്റ്റ് പ്ലേസ് ആണ്. അടുത്ത പി എന്ന് പറയുന്നത് 4P അടുത്ത പറയുന്നത് പ്ലേസ് ആണ്. പ്ലേസ് ഓപ്പൺ എ ഷോപ്പ് ഇൻ റോങ് പ്ലേസ്, ഡിക്രീസ് അറ്റൻഷൻ ആൻഡ് അൾട്ടിമേറ്റ്ലി ക്രിയേറ്റ് ലോ സെയിൽ. അതായത് നമുക്കൊരു ഒരു അതായത് ശരിക്കും നല്ലൊരു സ്ഥലത്തല്ല നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ആളുകൾ വരാത്ത അല്ലെങ്കിൽ തീരെ ആളുകളില്ലാത്ത സ്ഥലത്താണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മുടെ ഷോപ്പ് തുറന്നു വിചാരിക്കും. അറ്റൻഷൻ കിട്ടില്ല, നമ്മൾ സെയിൽ കുറവായിരിക്കും. അല്ലെങ്കിൽ ലൊക്കേറ്റിംഗ് ഷോപ്പ് ഇൻ ദ റൈറ്റ് പ്ലേസ് ബട്ട് നോട്ട് ഹാവിങ് ഇനഫ് സ്റ്റോക്ക് ഇൻ ദ ഷോപ്പ് ഇസ് മോസ്റ്റ് ഡാമേജ്. അതായത് നമ്മളെ ഷോപ്പ് എന്താണ് നല്ല റൈറ്റ് പ്ലേസിൽ തന്നെയാണ്, പക്ഷേ എന്ത് സംഭവിക്കും, നമ്മുടെ കയ്യിൽ സ്റ്റോക്കില്ല, വിൽക്കപ്പെടാനുള്ള സാധനം നമ്മുടെ കയ്യിലില്ല, കുറവാണ്. അതുപോലെ തന്നെ സിമിലർലി പ്രൊഡക്റ്റ് ഈസ് ദെയർ ഇൻ ദ ഷോപ്പ് ഇൻ റൈറ്റ് ലൊക്കേഷൻ ബട്ട് ദെൻ നോട്ട് ഡിസ്പ്ലേ ഇൻ പ്രോപ്പർലി ഈസ് ഓൾസോ ഫാക്ടർ ഓഫ് പ്ലേസ്. അതായത് നമ്മുടെ ഷോപ്പ് കൃത്യമായ സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത്, നല്ല ആളുകൾ വരുന്ന സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത്, പക്ഷേ നമ്മുടെ കയ്യിൽ സാധനം ഉണ്ട് താനും, നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് താനും, പക്ഷെ അത് പ്രോപ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല, ഡിസ്പ്ലേ ചെയ്തില്ല. ആളുകൾ വന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റണം, ആ രൂപത്തിൽ. അപ്പോൾ ഓൾ ഓഫ് ദീസ് അപ്ലൈ ടു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൾസോ. ഇത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനകത്തുണ്ട്. ഇത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ദെയർ മേ നോട്ട് ഹാവ് എ ഫിസിക്കൽ ഷോപ്പ്. അവിടെ എന്തില്ല, ഫിസിക്കൽ ഷോപ്പ് ഇല്ല. ബട്ട് ദ ഓൺലൈൻ ഷോപ്പ് മസ്റ്റ് ബി ഈസിലി ടു ഫൈൻഡ് വൈൽ സെർച്ചിങ് ബൈ പ്രോസ്പെക്റ്റീവ് ബയേഴ്സ് അല്ലേ. പക്ഷേ ഓൺലൈനകത്ത് കൃത്യമായി ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ബയേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കൃത്യമായി സെർച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നു. Once some arrives, it is easy for them to navigate and find the information and products that they want. നമ്മുടെ സൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെയാണോ വേണ്ടത് അവർക്ക് കൃത്യമായി നാവിഗേറ്റ് ചെയ്ത് അതായത് സെർച്ച് ചെയ്ത് ഇങ്ങനെ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് വേണ്ട സാധനങ്ങൾ കണ്ടെത്താൻ പറ്റും. If the people cannot find what they are looking for, then audience may go elsewhere. This is happening much faster online. അപ്പോൾ അവർ നോക്കുന്ന സാധനം അവിടെ ഇല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ അടുത്ത ലൊക്കേഷനിലേക്ക്, അടുത്ത സൈറ്റിനകത്തേക്കോ അല്ലെങ്കിൽ അടുത്ത ലിങ്കിനകത്തേക്കോ അവർക്ക് പോകാൻ കഴിയും. അപ്പോൾ ഇത് ഈ പറഞ്ഞ ഫിസിക്കൽ ലൊക്കേഷനകത്തുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ. അപ്പോൾ നമ്മളിപ്പോൾ സെർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ സെർച്ച് ചെയ്യുന്ന സാധനങ്ങൾ അവിടെ കൃത്യമായിട്ട് ഇങ്ങനെ കാണും. ഓൺലൈനകത്താണ് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അതാണ് പ്ലേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രൊമോഷൻ എന്ന് പറയുന്നത്
and can take place various formats such as TV campaign, press advertising, display banners, അല്ലേ? ടി വിയിൽ കൊടുക്കുക, അല്ലെങ്കിൽ അതായത് ന്യൂസ് പേപ്പറിൽ കൊടുക്കുക, അല്ലേ? അല്ലെങ്കിൽ ബാനർ കെട്ടിയിടുക. ഇതൊക്കെ ഫസ്റ്റ് ടൈം ദാറ്റ് പീപ്പിൾ വിൽ ഹാവ് എനി റിലേഷൻഷിപ്പ് വിത്ത് ദ ബ്രാൻഡ് ആൻഡ് സം ടൈം certainly in below the line മാർക്കറ്റിംഗ് ആണ്. ദിസ് ക്യാൻ ബി പേഴ്സണൽ റിലേഷൻഷിപ്പ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊമോഷൻ എന്ന് പറയുന്നത് ട്രഡീഷണൽ മാർക്കറ്റിങ്ങിനകത്താണ് ഈ കാര്യത്തിൽ പറയുന്നത്. എന്താണ് നമ്മൾ എന്ത് ചെയ്യുക? ടി വി ക്യാമ്പയിൻ ചെയ്യുക, അതുപോലെ തന്നെ ഒരു ബാനർ ഡിസ്പ്ലേ ചെയ്യുക എന്നൊക്കെ ഉള്ളത്, അല്ലേ? അപ്പോൾ പക്ഷേ ഇവിടെ നമ്മൾ എന്താണ്, അപ്പോൾ റൈറ്റ് പ്രൊമോഷൻ സ്ട്രാറ്റജിയാണ് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ. പക്ഷേ വൺ ഓഫ് ദി ചാലഞ്ച് ഇൻ ദ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈസ് ദാറ്റ് ദർ ഇസ് എ ലിമിറ്റഡ് സ്പേസ് ഓർ ടൈം ടു കമ്മ്യൂണിക്കേറ്റ് ദ പ്രൊഡക്റ്റ് പ്രൊമോഷൻ. അതായത് നമുക്ക് സമയം വളരെ കുറവാണ് മറ്റുള്ളവരുമായിട്ട്. Where a TV advertisement, press advertisement maybe has 30 seconds to get the point across, digital will often have 100 characters or less than 1 second. അല്ലേ? നമുക്ക് 100 ക്യാരക്ടേഴ്സ് ഒരു സെക്കൻഡിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. പക്ഷേ മറ്റേതെന്താണ്, നമ്മൾ ടി വി അഡ്വർടൈസ്മെൻ്റ് ഒക്കെ 30 സെക്കൻഡ്. അപ്പോൾ therefore the creators are real need to impact the messaging and more importantly than anything else. മറ്റുള്ളതിനെക്കാട്ടി അപേക്ഷിച്ച് ഇതാണ് നല്ലത്. അപ്പോൾ therefore company should take the step to make continuous improvement the promotional activities for effective marketing to take place. അത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ പ്രൊമോഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ട്രഡീഷണൽ മാർക്കറ്റിങ്ങിനകത്ത് പ്രൊമോഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നല്ല പൈസയും വരും. പക്ഷേ ഇവിടെ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിനകത്ത് പ്രൊമോഷൻ കൊടുക്കുക അത്ര പൈസ ഒന്നും വരില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള പ്രൊമോഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, കൊടുക്കാൻ കഴിയും. വളരെ സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് ക്യാരക്ടേഴ്സിനെ, അല്ലേ, 100 ക്യാരക്ടേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യും, ലെസ് ദാൻ 1 സെക്കൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വെബ്സൈറ്റിനകത്തും പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ നമുക്ക് എന്ത് ചെയ്യും. അപ്പോൾ 4P എന്ന് പറയുന്നത് പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഫീച്ചേഴ്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഡെവലപ്മെന്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് strategy for much potential for the brand and organization. Some of them are follows. അപ്പോൾ എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിൻ്റെ ഫീച്ചേഴ്സ് പറയുന്നത് എന്താ വെച്ചാൽ, ബ്രാൻഡിങ് ആണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രൊവൈഡ് ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ടു ബിൽഡ് എ ബ്രാൻഡ് ഇമേജ് ഓൺ വെബ് ഡ്യൂ ടു ദെയർ സ്കോപ്പ്, പ്രസൻസ് ആൻഡ് കോൺസ്റ്റന്റ് അപ്ഡേറ്റ്സ്. കൃത്യമായ രീതിയിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് കൊണ്ട്, കൃത്യമായ രീതിയിൽ അത് അതിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടാകുന്നതുകൊണ്ട്, അല്ലേ, അങ്ങനെ അവരെന്ത് ചെയ്യുന്നു, അതിനെ ബ്രാൻഡ് ചെയ്യുന്നു. അതിന് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ത് ചെയ്യുന്നു, ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നു, എ ബ്രാൻഡ് ഇമേജ്, അല്ലേ, ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ബ്രാൻഡ് കൊടുക്കുന്നു. അതേപോലെ തന്നെ കംപ്ലീറ്റ്നെസ് ആണ്. ദ പോസിബിലിറ്റി ടു ഡിസെമിനേറ്റ് ഇൻഫർമേഷൻ ത്രൂ ലിങ്ക് ഓഫർ കൺസ്യൂമേഴ്സ് ദ ചാൻസ് ടു അപ്രോച്ച് ദ ഓർഗനൈസേഷൻ ഇൻ എ വൈഡർ ആൻഡ് കസ്റ്റമൈസ്ഡ് വേ എന്ന് പറയുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ്നെസ് ആണ്. കംപ്ലീറ്റ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായി ഇൻഫർമേഷൻ ഡിസമിനേറ്റ് ചെയ്യാൻ പറ്റും, അതായത് വിതരണം ചെയ്യാൻ പറ്റുന്ന പറയുന്നത്, ലിങ്ക് ഉപയോഗിച്ചിട്ട്, അല്ലേ? നമ്മളെന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ ആ ഒരു മാറ്റം വരെ നമ്മളെ കസ്റ്റമൈസ്ഡ് വേയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഓർഗനൈസേഷൻ വരുത്തുന്ന ആ ഒരു രീതിയിൽ എന്ത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ആ പറയുന്ന പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഡിസമിനേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് കംപ്ലീറ്റ്നെസ്. പോസിബിലിറ്റി ടു ഡിസമിനേറ്റ് ഇൻഫർമേഷൻ ത്രൂ ലിങ്ക്സ് ഓഫർ കൺസ്യൂമേഴ്സ് ദ ചാൻസ് ടു അപ്രോച്ച് ദ ഓർഗനൈസേഷൻ ഇൻ എ വൈഡർ ആൻഡ് കസ്റ്റമൈസ്ഡ് വേ. അതായത് വളരെ എന്താ പറയുക, വൈഡറായിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, വലുപ്പത്തിൽ, അല്ലെങ്കിൽ എന്താ പറയുക, കസ്റ്റമൈസ്, ഇന്ന ആളുകൾക്ക് ഈ ഓർഗനൈസേഷന് ആർക്ക് വേണ്ടിയിട്ടാണോ ഈ പറയുന്ന ഇൻഫർമേഷൻ കൊടുക്കേണ്ടത്, അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റുന്നു, കൊടുക്കാൻ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് പോസിബിലിറ്റി ടു ഡിസമിനേറ്റ് ഇൻഫർമേഷൻ ത്രൂ ലിങ്ക് ഉപയോഗിച്ചിട്ട്. അതേപോലെ തന്നെ ഫങ്ഷനാലിറ്റി. ഇറ്റ് ഓഫേഴ്സ് സിമ്പിൾ ആൻഡ് യൂസർ ഫ്രണ്ട്ലി പ്ലാറ്റ്ഫോം ഫോർ ആൾ ഇൻ ഓർഡർ ടു ഇംപ്രൂവ് യൂസർ എക്സ്പീരിയൻസ് ആൻഡ് അലോ ഫോർ ദെയർ ആക്ടിവിറ്റീസ്. അപ്പോൾ സിമ്പിൾ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫങ്ഷനാലിറ്റീസ് എന്ന് പറയുന്നതാണ്. ഇസ് ഓഫർ സിമ്പിൾ ആൻഡ് യൂസർ ഫ്രണ്ട്ലി പ്ലാറ്റ്ഫോമാണ്. കൃത്യമായ രീതിയിൽ അവർക്ക് യൂസർ എക്സ്പീരിയൻസ് കൂട്ടാൻ എന്ത് ചെയ്യുന്നുണ്ട്, കഴിയും. അതുപോലെ തന്നെ ഇൻ്ററാക്ടിവിറ്റി. നെക്സ്റ്റ് പറയുന്നത് ഇൻ്ററാക്ടിവിറ്റിയാണ്. ഓർഗനൈസേഷൻ ക്യാൻ ബിൽഡ് ലോങ് ടൈം റിലേഷൻഷിപ്പ് വിത്ത് ദെയർ ഓഡിയൻസ്. ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നു, ഓഡിയൻസുമായിട്ട് ഒരു ലോങ് ടൈം റിലേഷൻഷിപ്പ് എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇൻ്റർനെറ്റ് ഓഫർ ദ പോസിബിലിറ്റി ഓഫ് ഹാവിങ് കോൺവെർസേഷൻ ആൻഡ് ദെയർഫോർ ഓഫ് ജനറേറ്റിംഗ് എ പോസിറ്റീവ് എക്സ്പീരിയൻസ് വിത്ത് ദ ബ്രാൻഡ്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് എക്സ്പീരിയൻസ് എന്ത് ചെയ്യുന്നു, ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇൻട്രാക്ടിവിറ്റി ഉണ്ടാക്കുന്നു.
അല്ലേ? ആരുമായിട്ട്? നമ്മുടെ കസ്റ്റമറുമായിട്ട് എന്ത് ചെയ്യുന്നു? ഓഡിയൻസുമായിട്ടൊരു ഇൻട്രാക്ടിവിറ്റി ഉണ്ട്. അതുപോലെ തന്നെ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ. അടുത്തൊരു ഫീച്ചർ പറയുന്നത് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓഫർ മാർക്കറ്റേഴ്സ് ഡിഫറെൻറ്റ് ഇമേജ് ആൻഡ് വീഡിയോ ബേസ്ഡ് ടൂൾസ്. അവരെന്താണ് ചെയ്യുന്നത്? ഇമേജും വീഡിയോ ബേസ്ഡ് ടൂൾസ് ആണ് ഉപയോഗിക്കുന്നത്. ദിസ് ഇസ് എൻ അട്രാക്റ്റീവ് വേ ടു റീച്ചിങ് ഓഡിയൻസ് ദാറ്റ് ക്യാൻ ലീഡ് ടു ഗ്രേറ്റർ എൻഗേജ്മെൻറ്റ്. അപ്പോൾ അവർക്ക് നമ്മൾ ഈ ഓഡിയോയും വീഡിയോയും ഒക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ വീഡിയോ ഇമേജ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഓഡിയൻസ് അതിൽ എൻഗേജ് ചെയ്യും. അപ്പോൾ അവർക്ക് കൂടുതൽ നേരം അതിനെ നോക്കിയിരിക്കാൻ, അല്ലെങ്കിൽ അത് കേൾക്കാൻ, അത് കാണാനുള്ള ഒരു ഇത് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? നമ്മുടെ ഇത് മാറിക്കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ത് ചെയ്യാൻ പറ്റുന്നു? അഡ്വാൻറ്റേജ് ആയി മാറുന്നുണ്ട്. അപ്പോൾ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആണ് എന്ത് ഒരു ഫീച്ചർ എന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വിഷ്വൽ കമ്മ്യൂണിക്കേഷനും കൂടി വന്നതാണ്, ഉൾപ്പെടുന്നതാണ്. അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓഫർ മാർക്കറ്റേഴ്സ് ഡിഫറെൻറ്റ് ഇമേജ് ആൻഡ് വീഡിയോ ബേസ്ഡ് ടൂൾസ് ആണ്. വീഡിയോ ബേസ്ഡ് ടൂൾസും ഇമേജും ആണ് അവർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓഡിയൻസ് എന്ത് ചെയ്യുന്നു? വളരെയധികം എന്ത് ചെയ്യുന്നത്? എൻഗേജ്മെൻറ്റ് ചെയ്യുന്നത്. അതേപോലെ റെലവൻറ്റ് അഡ്വർടൈസ്മെൻറ്റിംഗ് ആണ്. അതായത് വെറുതെ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളല്ല. സെഗ്മെൻറ്റേഷൻ, കസ്റ്റമൈസ്ഡ് ഓഫ് അഡ്വർടൈസ്മെൻറ്റിങ്ങിൻ്റെ ഇൻട്രസ്റ്റ് ആണ്. മാക്സിമൈസ് ദ ഔട്ട്പുട്ട് ആണ്. ഔട്ട്പുട്ട് എന്ത് ചെയ്യുന്നു? കൂട്ടുന്നു. ഇറലവൻ്റ് ആയിട്ടുള്ള ഡാറ്റ വരുമ്പോൾ, അല്ലെങ്കിൽ ഇറലവൻ്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് വരുമ്പോൾ അത് ആര് ഇഗ്നോർ ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്? യൂസർ അത് ഇഗ്നോർ ചെയ്യുക. ദാറ്റ് ഹാസ് അലൗഡ് ഫോർ മോർ അട്രാക്റ്റീവ് അഡ്വർടൈസിങ് ഫ്രീ ഫ്രം ലിമിറ്റേഷൻ ഓഫ് അതർ മീഡിയ. അതായത് മറ്റ് ലിമിറ്റേഷൻസ് ഒന്നുമില്ല. അതായത് മറ്റു അതർ മീഡിയ, നമ്മൾ ഇൻ്റർനെറ്റ് മീഡിയയിലൂടെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുമ്പോൾ മറ്റ് മീഡിയസിൻ്റെ ലിമിറ്റേഷൻസ് ഒന്നും ഇല്ലാതെ റെലവൻ്റ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻ്റ് ആണ് ചെയ്യുന്നത്. കമ്മ്യൂണിറ്റി കണക്ഷൻസ്. അടുത്ത പറയുന്നതാണ് കമ്മ്യൂണിറ്റി കണക്ഷൻ. അപ്പോൾ ഇൻ്റർനെറ്റ് ഈസ് എ യുണീക്ക് ഓപ്പർച്യൂണിറ്റി ടു കണക്ട് ഓർഗനൈസേഷൻ വിത്ത് ദെയർ ഓഡിയൻസ് ആൻഡ് യൂസേഴ്സ് among themselves. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പറ്റുന്നു? കണക്ട് ചെയ്യാൻ പറ്റുന്നു ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ. ദിസ് കണക്ടിവിറ്റി ക്യാൻ ഇംപ്രൂവ് ദെയർ എക്സ്പീരിയൻസ് ആൻഡ് എൻഹാൻസ് ദ റിലേഷൻഷിപ്പ് വിത്ത് പ്രൊഡക്റ്റ് ആൻഡ് ബ്രാൻഡ് ഓർ ഓർഗനൈസേഷൻ. അല്ലേ? ഇപ്പോൾ നമുക്ക് നോക്കാൻ പറ്റും, നമ്മളിപ്പോൾ ഒരു കടയിൽ പോയിട്ട് സാധനം മേടിച്ച് നമ്മുടെ നമ്പർ അവിടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അവിടെ എന്തൊക്കെ പ്രൊമോഷനുണ്ടോ അതൊക്കെ നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് എന്ത് വരും? മെസ്സേജ് വരും കൃത്യമായത്. അപ്പോൾ കമ്മ്യൂണിറ്റി കണക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിട്ട് അപ്പോൾ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവരുടെ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് വളരെയധികം എക്സ്പാൻഷൻ ഉണ്ടാവുന്നു. വളരെ വ്യാപിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വ്യാപിപ്പിക്കാൻ എന്ത് ചെയ്യുന്നു? കഴിയുന്നു. ടേക്കിംഗ് ദ മോഡൽ ഓഫ് വേർഡ് ഓഫ് മൗത്ത് കമ്മ്യൂണിക്കേഷൻ. അല്ലേ? നമ്മുടെ മൗത്ത് കമ്മ്യൂണിക്കേഷനെ അപേക്ഷിച്ച്, അല്ലെങ്കിൽ നമ്മുടെ വായ കൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണതിനെ അപേക്ഷിച്ച് അതിനെക്കാട്ടും വേഗത്തിൽ എന്ത് ചെയ്യുന്നു? വൈറൽ കമ്മ്യൂണിക്കേഷൻ ബിക്കം മോർ റെലവൻറ്റ് ഡ്യൂ ടു ദ കണക്ടിവിറ്റി. ചില വീഡിയോസ് വൈറലാവും എന്നൊക്കെ പറഞ്ഞു, ചില കാര്യങ്ങൾ പെട്ടെന്ന് വൈറലാവും. അതാണ് വൈറൽ കമ്മ്യൂണിക്കേഷൻ ആണ് എന്ത് ചെയ്യുന്നത്? ബിക്കം മോർ റെലവൻറ്റ് ഡ്യൂ ടു ദ കണക്ടിവിറ്റി. സ്പീഡ് ആൻഡ് ഷെയറിംഗ് ഓഫ് ഓൺലൈൻ പ്ലാറ്റ്ഫോം ദാറ്റ് എൻഹാൻസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കണ്ടന്റ്. വളരെ വേഗത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഇൻഫർമേഷൻ എത്തിക്കാണ് വൈറാലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, മെഷറിംഗ് ഔട്ട്പുട്ട്. ഓൺലൈൻ പ്ലാറ്റ്ഫോം റാങ്ക് ഫസ്റ്റ് ദ അവൈലബിലിറ്റി ഓഫ് ഫോളോ അപ്പ് ദ ഓപ്ഷൻ ആൻഡ് ദ പോസിബിലിറ്റി ടു അസസ് ഔട്ട്പുട്ട്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? മെഷർ ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെ ഉണ്ട് നമ്മുടെ അവൈലബിലിറ്റി, അല്ലെങ്കിൽ അവരുടെ ഫോളോ അപ്പ്, നമ്മുടെ പോസിബിലിറ്റി ടു അസസ് ദ ഔട്ട്പുട്ട്. കൃത്യമായി അവരുടെ ഔട്ട്പുട്ട് ബ്രാൻഡിങ്, കംപ്ലീറ്റ്നെസ്, ഫങ്ഷനാലിറ്റി, ഇൻട്രാക്ടിവിറ്റി, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, റെലവൻറ്റ് അഡ്വർടൈസിംഗ്, കമ്മ്യൂണിറ്റി കണക്ഷൻ, വൈറാലിറ്റി, മെഷറിംഗ് ഔട്ട്പുട്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചാനൽസ് നമുക്ക്